അങ്ങ് പ്രസിഡന്റ് ആയതിനു ശേഷം നടക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു പക്ഷേ ഗ്രാസ് റൂട്ടിൽ എന്ത് BJP ക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പ്. അങ്ങയുടെ ഇതുവരെയുള്ള യാത്രയിൽ, ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ എന്താണ് കണക്ക് കൂട്ടുന്നത്? അല്ല, അത് കറക്റ്റാണ്. ദീപക് പറഞ്ഞത് 100% കറക്റ്റാണ്. ഇത് ആദ്യത്തെ എൻ്റെ ഒരു വലിയ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഒരു ബൈ ഇലക്ഷൻ ആയിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായി പറഞ്ഞത് ഇത് സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ ഒന്നുമല്ല, ഫൈനലാണ്. കാരണം ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ സാധാരണ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ ലോക്കൽ ബോഡി. അങ്ങനെയാണ് ഞാനും കണ്ടത്, അങ്ങനെയാണ് പാർട്ടി അങ്ങനെ കാണുന്നത്. ഒരു കാര്യം ക്ലാരിറ്റി, ഒരു വ്യക്തതയുണ്ട്. ജനങ്ങൾ ആഗ്രഹം മാറ്റമാണ്. അവർക്ക് ഒരു പാർട്ടി മറ്റേ പാർട്ടി അതല്ല, അങ്ങനത്തെ ഒരു മാറ്റമല്ല, രാഷ്ട്രീയത്തിലൊരു മാറ്റം, ഭരണം എന്ന ഒരു സംവിധാനം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭരണത്തിലൊരു മാറ്റം, രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം. ഈ വിവാദത്തിൻ്റെ രാഷ്ട്രീയമല്ല അവർക്ക് വേണ്ടത് വികസന രാഷ്ട്രീയമാണ്. അതിലൊരു ക്ലാരിറ്റി ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു അസസ്മെൻറ്റ്. അതിൽ ഒരു സംശയമില്ല. ഒരു എന്താ പറയുക, ഒരു ശരിക്കും ഒരു ഹാർഡ് കോർ കോൺഗ്രസ് വോട്ടറാണെങ്കിലും, ഒരു ഹാർഡ് കോർ നോൺ BJP ആയ ഒരു മുസ്ലിം വോട്ടറാണെങ്കിലും, ഹാർഡ് കോർ CPM വോട്ടറാണെങ്കിലും അവരോട് ചോദിച്ചാലും ഇന്ന് അവർ പറഞ്ഞത് എൻ്റെ പാർട്ടിയും ഇങ്ങനെ ഒരു വികസനത്തെക്കുറിച്ച് സംസാരിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് അങ്ങ് മുന്നോട്ട് വെച്ച വികസിത കേരളം എന്ന സ്ലോഗൻ കേരളത്തിൽ ക്ലച്ച് പിടിച്ചു എന്നാണ് അസസ്മെൻറ്റ്. ഞാൻ ആ വികസിത കേരളം സ്ലോഗൻ ഞാൻ വെച്ചിട്ടാണോ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതോ, അല്ലെങ്കിൽ ജനങ്ങൾ അത് അങ്ങനെ ചിന്തിച്ചിട്ടാണോ ഞാൻ ആ സ്ലോഗൻ മുമ്പോട്ട് വെക്കുന്നത്, അത് ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മൾ വിടാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.